ഹായ് ഗായ്സ്, നമുക്കിന്ന് മാങ്ങ കൊണ്ട് ജാം ഉണ്ടാക്കാവേ. പഴുത്ത മാങ്ങ ഉണ്ട്. ഇതുകൊണ്ട് ഇതൊരു 11 മാങ്ങ ഉണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊട്ടും പേടി വേണ്ട. ഇത് കെമിക്കൽസൊക്കെ ആഡ് ചെയ്താണെന്നോ വിഷമുണ്ടെന്നോ ഒന്നും നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് തന്നെ ജാം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാവേ. അതിനായിട്ട് നമുക്കിത് ഞാനിന്ന് തൊലി ചെത്തിയിട്ടുണ്ട് വരാം. അങ്ങനെ നമ്മൾ തൊലി എല്ലാം ചെത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല മധുരമുള്ള അതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് കൊതി വരുവേ. നമുക്കിത് മിക്സിയുടെ ജാറിൽ പൂളിയിട്ടിട്ട് അത് നമുക്ക് അടിച്ചെടുത്തുകൊണ്ട് വരാം. നമുക്കിതിനകത്ത് ഒരു 4 സ്പൂണ് പഞ്ചസാര ചേർക്കാം. അങ്ങനെ ഇതൊരു 3 മാങ്ങയാണ്. അങ്ങനെ എല്ലാം 3 മാങ്ങയ്ക്കും 4 സ്പൂൺ വീതം ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അടിച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം അടിച്ചെടുക്കാം. അങ്ങനെ ആദ്യമായിട്ട് അടിച്ചത് ഇതാണ്. ഇത് നമുക്ക് ജാം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമുക്കെല്ലാം അടിക്കാം. മുഴുവൻ അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് ഇത് നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഇതിനകത്ത് ഒരു കറുവാപ്പട്ട ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണമേ. നമ്മൾ ഇതിനകത്ത് ഒരു കറുവാപ്പട്ട ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവൻ ചേർത്തിട്ടുണ്ട്. ആദ്യം ഒരു ഹാഫ് പിഴിഞ്ഞെടുത്തു. അതിനുശേഷം മറ്റേ ഹാഫും കൂടെ പിഴിഞ്ഞ് അതിനകത്ത് ചേർക്കുന്നുണ്ട്. ചേർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇച്ചിരി കൂടിപ്പോയോന്ന്. പക്ഷേ ഇത്ര തന്നെ വേണമായിരുന്നു. നല്ല ടേസ്റ്റിലാണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ പാപ്പിൾസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലേക്ക് വീഴാതെ ശ്രദ്ധിച്ച് തന്നെ ഇങ്ങനെ ഇളക്കി വറ്റിച്ച് ഒരു 3/4 ക്വാണ്ടിറ്റി ആവും. കുറേ നേരം ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം. ഇത് നല്ല